നമുക്ക് നോക്കാം. ഹലോ, ട്രാവൽ ആൻഡ് ടേസ്റ്റി പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കാൻ പോകണ്ടോ. ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പുറത്ത് ഞാൻ അവിടെ തുണി മടക്കി വയ്ക്കാൻ പോയി. ആ കാണുന്ന എന്താണെന്നല്ലേ, അത് കണ്ടേണ്ട റിസനാട്ടിൻ്റെ സൈഡാണേ. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കഴിഞ്ഞ് നമുക്ക് തൊലി കളഞ്ഞ് ഇങ്ങനെ ഉടച്ചെടുക്കാമേ. അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഞാൻ തിന്നില്ല. മുളക് എടുത്തോട്ടോ. മുളക് ഇട്ടാൽ ഞാൻ മുളക് തിന്നില്ല. പപ്പയ്ക്ക് അപ്പം അയ്യൂല്ലേ. മുളക് ഇട്ടോടാ, കുറച്ചിട്ടുള്ളൂ കേട്ടോ. വിട്ടേക്കതാ പിന്നെ നീ എന്നതാ കാണിക്കുന്നേ? ഒരു പാട്ട് പാടിയില്ലയോ? അപ്പത്തെ കാക്കപ്പ അപ്പത്തെ കാക്കപ്പ അപ്പത്തെ കാക്കപ്പ അപ്പത്തെ കാക്കപ്പ അപ്പുറത്തെ കാക്കേവാ ഇപ്പുറത്തെ കാക്കേവാ. നീ പാട്ട് പാടിയ നല്ല മോനെ പാടും. പാട്ടോടെ അങ്ങനെ നമ്മുടെ മാവ് കുഞ്ഞു കുഞ്ഞായിട്ട് ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുഞ്ഞായിട്ട് പരത്തി അതിൽ നമ്മുടെ മിക്സ് ആക്കി, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചു അല്ല. പിന്നെ എനിക്ക് ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് ശരിയാവില്ല കേട്ടോ. ഞാൻ പരത്തിയ ഫുള്ള് പൊട്ടി പുറത്ത് വരും. കുറച്ച് നെയ്യും ഓയിലും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ആലു പൊറോട്ട ഉണ്ടാക്കാൻ എക്സ്പേർട്ടായ കണ്ണേട്ടൻ ആ മിക്സ് ഒന്നും പുറത്ത് പൊട്ടി വരാത്ത വിധം പരത്തിക്കൊണ്ടിരിക്കുകയാണേ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നോക്കിയേ ആ ഉള്ളിലത്തെ മിക്സ്. അങ്ങനെ പാൻ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ആലു പൊറോട്ട ഇട്ട് കൊടുത്ത് ആ വശം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ഇനി നമുക്ക് ആ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ ചൂടാവണതനുസരിച്ച് നമ്മൾ തിരിച്ചു മറിച്ചോട്ട് വേഗം ആ മിക്സ് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഏത് ആ നെയ്യിൻ്റെ. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ സെറ്റായി. ലിയോ ബേബി ആണെങ്കിൽ ആ ആട്ട കുഴച്ചതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക, അവന് പരത്തണം പറഞ്ഞിട്ട്.
അങ്ങനെ പരത്തി പരത്തി ലിയോ ബേബി താഴെ ഇരുന്ന് കസേര കയറിയിരുന്ന് പരത്താൻ തുടങ്ങി. ബാക്കി വന്ന ആ മിക്സ് ഇല്ലേ, അതൊന്നും നമുക്ക് കടുപൊട്ടിച്ചെടുത്ത് അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റ ബൈ ബൈ, സീ യു.